പുഴയും കാടും വെള്ളച്ചാട്ടവും ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ എൻ്റെ ഗ്രാമം വരെ ഒന്ന് പോയാലോ? എൻ്റെ ഗ്രാമത്തിലേക്കുള്ള എൻട്രി പോയിൻ്റ് തന്നെ ഭൂതത്താൻകെട്ട് ഡാമാണ്. അവിടെ കുറച്ച് സമയം ചിലവിട്ട് നേരെ കാണുന്ന വടാട്ടുപാറയുടെ എൻട്രി പോയിൻ്റായ ഇടമലയാർ ചെക്ക് പോസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ വടാട്ടുപാറയിലേക്ക് കടക്കുകയായി. പിന്നെ കാട്ടിലൂടെ 5 കിലോമീറ്റർ യാത്ര. പോകുന്ന വഴി തന്നെ നമുക്ക് ഇടമലയാർ ഡാമിലേക്കുള്ള വഴി കാണാൻ കേട്ടോ. നമുക്ക് പോകുന്ന വഴിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയും കാണാൻ കേട്ടോ. വീട്ടിൽ ചെന്ന ആദ്യമേ ഓടുന്നത് ബാല്യകാലം കൂടുതൽ ചിലവിട്ട ഞങ്ങളുടെ വടാട്ടുപാറ കൊത്തിലേക്കാണ്. നമുക്കിവിടെ വന്ന ഒരു വാട്ടർ ഡ്രീം പാർക്കിൽ വന്നൊരു ഫീലാണ്. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇത് കാണുവാനും ആസ്വദിക്കുവാനുമായി. വെള്ളച്ചാട്ടത്തിലെ ഒരു കുളി കഴിഞ്ഞാൽ പിന്നെ നേരെ തോട്ടത്തിലിറങ്ങി കൃഷികൾ നോക്കുകയാണ് അടുത്ത പണി. നമ്മൾ വീട്ടിൽ 2 ഏക്കറോളം സ്ഥലത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട്. മെയിനായിട്ട് റംബൂട്ടാനാണ്, കൂടാതെ മാങ്കോസ്റ്റ്, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ കുറച്ച് പച്ചക്കറികൾ. 5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ മാങ്കോസ്റ്റ് പൂവിട്ടത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫലങ്ങൾ കഴിക്കുവാനും അവയെ തൊടുവാനും തന്നെ വേറൊരു ഫീലാണ്. ആദ്യമായി നട്ടു വളർത്തിയ മരത്തിൽ നിന്ന് ഒരു കാ പറിച്ച് തിന്നുന്ന ഫീൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പിന്നെ നമ്മളിവിടെ മെയിനായിട്ട് കൃഷിയാണ്. കൂർക്ക നട്ടിട്ടുണ്ട്, പക്ഷേ കായായി വന്നേ ഉള്ളൂ. മഞ്ഞൾ, ചേമ്പ്, എള്ള്. നിങ്ങൾ എള്ള് കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കൂടുതൽ സാധനവും നമ്മൾ വീട്ടിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. കൂടാതെ കപ്പ, ചേന, മഞ്ഞൾ, പയർ, ഇഞ്ചി, അങ്ങനെ വേണ്ട എല്ലാം. നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? എങ്കിൽ കമൻറ്റ് ചെയ്യൂ. പറമ്പിലെ പണി കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള തോട്ടിലിറങ്ങി ഒന്ന് ഫ്രഷ് ആകാൻ എളുപ്പമാണ് ഞങ്ങൾക്ക്. പിന്നീട് പുതിയതായി കുത്തിയ കുളത്തിൽ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുക. കുറച്ച് സമയം അവിടെ ചിലവഴിക്കും. വൈകിട്ടായ നേരെ പലവൻപുഴയിൽ പോയി കാട്ടരുവിയിലെ ഒരു കുളി, അത് മസ്റ്റാണ്. ഇപ്പോൾ നല്ല ഒഴുക്കാണ് കേട്ടോ പുഴയിൽ. ബട്ട് ദാറ്റ് ഫീൽ ഈസ് വെരി നൈസ്. കൂടുതൽ എൻ്റെ ഗ്രാമത്തിലെ കാഴ്ചകളും കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.